യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ടിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി.കെ. ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഇന്ന് തന്നെ അടുത്തുള്ള ഷോറൂം സന്ദർശിക്കൂ. ഒരാളുടെ രക്തദാനം മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കും എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ടിൽ സമൂഹ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വെള്ളരിക്കുണ്ടിലെ ദർശന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ക്യാമ്പ് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി.കെ. ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവൻ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട വലിയ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകന്മാരെല്ലാം ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ള ബ്ലഡ് ബാങ്കിൽ ഇന്നിപ്പോൾ ഈ ബ്ലഡ് കൊടുക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് രോഗം കൊണ്ട് ജനങ്ങൾ വലയുന്ന കാലഘട്ടമാണ്. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ.ആർ. കാർത്തികേയൻ അധ്യക്ഷനായി. ബളാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയം മുഖ്യാതിഥിയായി പങ്കെടുത്തു. 140 തവണ രക്തം ദാനം ചെയ്ത ബഷീർ അരീക്കോടൻ, 114 തവണ രക്തദാനം നടത്തിയ മനോജ് നിരീഡിൽ, രക്തദാന രംഗത്തെ നിറസാന്നിധ്യമായ ഷോണി കെ ജോർജ്, സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് സച്ചിൻ പൈ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ്, DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ, ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ. ലത, ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷോബി ജോസഫ്, CV ശ്രീധരൻ, PV ജിത, യൂത്ത് കെയർ ബ്ലഡ് ഡൊണേഷൻ സംസ്ഥാന കോർഡിനേറ്റർ CK രാഹുൽ, അഡ്വക്കേറ്റ് സണ്ണി ജോർജ് മുത്തോലി എന്നിവർ ആശംസകൾ നേർന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മാർട്ടിൻ ജോർജ് സ്വാഗതവും രതീഷ് പള്ളിക്കര നന്ദിയും പറഞ്ഞു. യുവാക്കൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ രക്തദാതാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും കൂടുതൽ പേരെ രക്തദാനത്തിന് പ്രേരിപ്പിക്കുന്നതിനുമായാണ് ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.